Hey guys, welcome back to NK. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലും ഷെയ്ക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് ഒരു പ്രൊജക്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ഫസ്റ്റ് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫെയ്ഡ് ഇൻ വന്ന ഒരു 0 ആയി കൊടുക്കുക, ഫെയ്ഡ് ഔട്ട് വന്ന ഒരു 0.10 റേഞ്ചിൽ ചെറിയൊരു ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, നമ്മൾ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്നിട്ട് ടൈൽസ് എഫക്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടെ ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വന്ന ശേഷം ഓസിലേറ്റ് എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയ ഓസിലേറ്റ് എഫക്ട് ഉണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിന്റെ ആംഗിൾ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, 0ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ ആംഗിൾ വന്ന് നമ്മൾ കറക്റ്റ് 0ലേക്ക് സെറ്റ് ചെയ്യുക. സോ ഈ ഒരു ഷെയ്ക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള എഡിറ്റിംഗിലൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ എഫക്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ 0 ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഫ്രീക്വൻസിയിൽ ഒന്ന് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിന്റെ വാല്യൂ ഒന്ന് നമ്മൾ ഒരു 16ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ആ ഒരു കീ ഫ്രെയിം ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡിൽ നിന്ന് കുറച്ച് മാറി ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, അതിന്റെ വാല്യൂ നമ്മൾ ഒരു 0ലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ സെൻട്രലായിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു 3 ഡോട്ടിൽ വരിക, ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ നമ്മൾ ബാക്ക് വരിക, ഇവിടെ മാഗ്നെറ്റ്യൂഡിന്റെ ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു മാഗ്നെറ്റ്യൂഡിലും സെയിം പൊസിഷനിൽ തന്നെ 2 കീ ഫ്രെയിംസ്. സോ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 790 ഈ ഒരു റേഞ്ചിൽ, അതായത് ഒരു സൈഡിൽ നിന്ന് വരുന്ന രീതിക്ക് നിങ്ങളുടെ ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിം ദെൻ ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എൻഡിലായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, 0ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ടാപ്പ് ആയിട്ട് 0 എന്ന് കൊടുത്താൽ മതി. ദെൻ ഇതിന്റെ സെൻട്രലായിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കർവ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ബാക്ക് വരിക, ഇത്രയുള്ള നമ്മൾ ഈ ഒരു ഓസിലേറ്റ് എഫക്റ്റിൽ കൊടുക്കാനുള്ളത്. ദെൻ അഗെയിൻ ആഡ് എഫക്റ്റിൽ വരിക, ബ്ലറിൽ വരിക, ബ്ലറിൽ വന്ന ശേഷം നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മോഷൻ ബ്ലറിന്റെ വാല്യൂ വന്നൊരു 1.7 അല്ലെങ്കിൽ 8 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ദെൻ ബാക്ക് വരിക, അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക, ഫ്ലിക്കർ എഫക്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഫ്ലിക്കർ എഫക്ട് ആഡ് ചെയ്ത ശേഷം ഫ്രീക്വൻസി ഒന്ന് നമ്മൾ ഫുൾ ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ സ്ട്രെങ്ത് വന്ന് കുറച്ച് കൊടുക്കുക, അതായത് ഒരു 0.3ലേക്കൊക്കെ ഇതേപോലെ കറക്റ്റ് ആയി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സീഡ് വന്ന് ഒരു 1.9 അല്ലെങ്കിൽ 2ലേക്ക് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഫ്ലിക്കർ എഫക്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഓസിലേറ്റ് എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആംഗിൾ വന്ന് നമ്മൾ 0 തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് വരിക, ഫ്രീക്വൻസി ഇപ്പോൾ 2 ആയിരിക്കും ഉണ്ടാവുക, നമ്മളൊരു 5.1ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5.1 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാഗ്നെറ്റ്യൂഡ് 25 നമ്മളൊന്ന് ഒരു 5ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ കൊടുക്കുക. നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ 2 കീ ഫ്രെയിംസ്, ഫസ്റ്റ് നിന്ന് കുറച്ച് മാറി ഒരു കീ ഫ്രെയിം, അതിന്റെ വാല്യൂ ഒന്ന് ഒരു 0 സെറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കീ ഫ്രെയിമിന്റെ വാല്യൂ ഒന്ന് നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ താല്പര്യം ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എക്സ്പോഷർ ഉള്ള ക്ലിപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് മാത്രം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 0.5 ആണ് കൊടുക്കുന്നത്. സോ ഇത് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മളൊരു കർവ് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് ഒരു കർവും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. സോ ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ നമ്മൾ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ ഇതിൽ ഫ്ലിക്കർ എഫക്റ്റ് ആഡ് ചെയ്തില്ലേ, ഫ്ലിക്കർ എഫക്റ്റിൽ സ്ട്രെങ്ത് വന്ന് 0.03 ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്, വല്ലാത്തൊരു ഇത് വന്നുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. നമ്മൾ 0.03 ആണ് നമ്മൾ ആ ഫ്ലിക്കറിന്റെ വാല്യൂ കൊടുക്കേണ്ടത്. സോ ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ വരുന്ന രീതിക്ക് ഒരു മീഡിയം ഒരു ലെവൽ ഷേക്കാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 റെക്റ്റാങ്കിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. സോ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക, ആ ഒരു റെക്റ്റാങ്കിളിന്റെ കളർ വന്ന് നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ നമ്മളൊരു 0.7ലേക്ക് വെച്ച് കട്ട് ചെയ്യുക, അതായത് ഫസ്റ്റ് കുറച്ച് മാറി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലിക്കർ എഫക്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഇതിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി വന്ന് നമ്മൾ ഇതേപോലെ ഫുള്ളായി കൊടുക്കുക, അതുപോലെ സ്ട്രെങ്ത്തും വന്ന് ഫുള്ളായി കൊടുക്കുക, അതുപോലെ സീഡും വന്ന് ഇതേപോലെ എന്ത് ചെയ്യുക, ഫുള്ളാക്കി കൊടുക്കുക. ഈ ഒരു 3 സംഭവങ്ങളും, അതായത് ഇതിലുള്ള 3 സംഭവങ്ങളും നമ്മൾ ഇതേപോലെ ഫുള്ളാക്കി കൊടുത്ത ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഒരു 68-65 ആ ഒരു പെർസെൻറ്റേജ് സെറ്റ് ചെയ്യുക. ദെൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ സെയിം പൊസിഷനിൽ വന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിലേക്ക് വരിക, നമ്മൾ ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ ഇതിൽ നമുക്കൊരു ഡയറക്ഷണൽ ബ്ലർ കൊടുക്കാനാണ്, അതായത് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന രീതിക്കായതുകൊണ്ട് നമ്മൾ ഡയറക്ഷണൽ ബ്ലർ കൊടുക്കുകയാണ്. ബ്ലറിൽ വന്നിട്ട് ഡയറക്ഷണൽ ബ്ലർ ആഡ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ സെയിം തന്നെ കൊടുക്കുക, അതായത് 0.15. ദെൻ രണ്ടാമത് 0 കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ നമ്മളൊരു കർവ് കൊടുക്കണം, ഈ ഒരു
നോർമൽ ആയിട്ടുള്ള ഈ ഒരു കർവ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള ഒരു ഷേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി ഈ ഒരു ഡയറക്ഷണൽ ബ്ലറിൻ്റെ ആ ഒരു ലെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സോ നമ്മളുടെ ഷേക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബീറ്റിനൊക്കെ അനുസരിച്ച് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷേക്കാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എഡിറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രം ഈ ഒരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ബൈ.